ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിൽ എങ്ങനെ ചിക്കൻ ബിരിയാണി ദം ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്കായ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലേവർ വരില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചിട്ടാലും മതി, അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി അര സ്പൂണ് പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി വല്യുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കിലോ അരിയാണ് ഉണ്ടാക്കുന്നത്, കായ്മ റൈസ് 1 കിലോ. അപ്പോൾ അതിലേക്ക് 2 അളന്നെടുത്ത് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി അളന്ന പാത്രത്തിൻ്റെ ഡബിൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. പച്ചവെള്ളമാണെങ്കിൽ തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നു. അപ്പോൾ ഇതാ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി അളന്നതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമ്മളൊന്ന് മൂടി വയ്ക്കാം. ഇനി മൂടി വെക്ക്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് മസാലയ്ക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 4 വല്യുള്ളിയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അരി ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. കായ്മ റൈസ് 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഊറ്റിയിട്ട് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അരിയൊക്കെ ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ മൂടിയൊക്കെ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതാ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അരി അവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അരി ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ മസാലയ്ക്കുള്ള ഉള്ളിയൊക്കെ ഇതാ ഇപ്പോൾ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അരിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ചെറിയ തീയിലാക്കാം. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മസാലയ്ക്കുള്ള ഉള്ളിയൊക്കെ വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 4 തക്കാളി അരിഞ്ഞത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെന്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതാ മസാലയിൽ തക്കാളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉടഞ്ഞു വരാനുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ മസാല വെന്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് ഇതാ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ ചിക്കന് കഴുകി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് തൈര് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഭാഗത്തോളം ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി കൂടുതൽ ആവശ്യം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി പോവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയുടെ മുകളിലേക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റാനുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ചപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എരിവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പാക്കറ്റ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിന് മുകളിലേക്ക് ചോറ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചോറൊക്കെ ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലാണ് ദം ചെയ്യുന്നത്. നമ്മൾ പാത്രത്തിൽ ദം ചെയ്യുന്ന പോലെ തന്നെ കുക്കറിൽ മുകളിലേക്ക് എയർ വരുമ്പോൾ നമ്മൾ വിസിൽ അടച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ വിസിൽ എടുത്തതിന് ശേഷം ആവി വന്നതിന് ശേഷമാണ് വിസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കുക്കറിലേക്ക് ചോറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ലെവൽ ചെയ്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാ ചോറും മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലാണ് ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഇതാ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിൻ്റെ വിസിലെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ ഇതാ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നന്നായിട്ട് ആവി വരുമ്പോൾ നമ്മുടെ ദമ്മൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മുടെ ബിരിയാണി അങ്ങനെ തന്നെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദമ്മ് പൊട്ടിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് പാത്രമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഈസി മെത്തേഡാണ്. ഇപ്പോൾ ഞാനിതാ മസാലയും ചോറും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നമുക്ക് പാത്രമൊന്നും കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദമ്മൊന്നും പുറത്തേക്ക് ആവിയൊന്നും പോവില്ല. ഉള്ളിൽ തന്നെ ആ ഫ്ലേവർ നിന്നിട്ട് നന്നായിട്ട് കുക്കായി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്.